ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ. ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരികെ വരാനുള്ള സ്ലോഗനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സർവത്ര മേഖലകളിലും ഇതൊരു ആപ്തവാക്യമാക്കി മാറ്റിയെടുക്കാൻ മല്ലികാർജുൻ ഖാർഗെ പ്രചരണത്തിന് ചുമതലയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കൃത്യമായും ഗുജറാത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2027-ലാണ്. അതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഗുജറാത്തിലെ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി BJP-യോട് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് തിരികെ വരും. അത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ആം ആദ്മിയിൽ പോയവരെല്ലാം തിരിച്ച് കോൺഗ്രസിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഗുജറാത്തിൽ പ്രതിപക്ഷം ഇല്ല എന്ന് പറഞ്ഞവരുടെ വായടപ്പിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്താൻ ഇപ്പോൾ പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. വർഗീയതയുടെ എല്ലാ രീതിയിലുള്ള പ്രചരണവും കാടിളക്കി പ്രചരണം നടത്തുന്ന അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും തിരിച്ചടി നൽകേണ്ടത് കോൺഗ്രസിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആധിപത്യം, വർഗീയതയുടെ ആധിപത്യം ഊന്നി നിൽക്കുന്ന ഗുജറാത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം. 26 ലോക്സഭാ സീറ്റുകളിൽ ഇത്തവണ പലയിടത്തും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഒരു ലോക്സഭാ സീറ്റ് ഗുജറാത്തിൽ കോൺഗ്രസ് നേടുകയും ചെയ്തു. ഒന്ന് ആലോചിക്കണം, ഒരു ലോക്സഭാ മണ്ഡലം സൂററ്റ് ഗുജറാത്തിൽ ഏകപക്ഷീയമായി ജയിച്ചെടുത്ത BJP-യുടെ നടപടി അത് ചോദ്യം ചെയ്യുക തന്നെ വേണം എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം കോൺഗ്രസ്സിന് അവിടെ സ്ഥാനാർത്ഥി ഇല്ലാതെ പോയി എന്ന് പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ കാര്യമാണ്. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി ഇല്ല, അതൊരു രീതിയിൽ ന്യായീകരിക്കാൻ കഴിയുന്നൊരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ ശക്തമായി മതേതര കക്ഷികളെ കൂട്ടുപിടിച്ച് തിരികെ വരേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നിരിക്കുകയാണ്. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന ആപ്തവാക്യം ഗുജറാത്തിൽ 182 നിയോജക മണ്ഡലങ്ങളിലും പ്രചരണമായി ഊന്നി പറയാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സബർമതി ആശ്രമത്തിലും പോർബന്തറിലും ഗുജറാത്തിലെ സമസ്ത മേഖലയിലും ഇതിൻ്റെ സ്ലോഗൻ ഏറ്റവും വലിയ അനുരണനമായി മാറിക്കഴിഞ്ഞാൽ BJP-യുടെ കാവി കോട്ട തകർന്നടിയും. BJP കെട്ടിപ്പൊക്കിയ ഈ മുന്നേറ്റം തകർന്നടിയാൻ ഇനി അതിന് കാരണമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് BJP-യെ തകിടം മറിക്കാൻ, ഒരു പാഠം പഠിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പുതിയ അടവ് ഇറക്കുന്നത്. അംബേദ്കറെ എല്ലാ രീതിയിലും അവഹേളിച്ചവരെ ഇനിയും ജയിപ്പിക്കരുത് എന്ന രീതിയിൽ ജിഗ്നേഷ് മേവാനി അടക്കമുള്ള, ജഗദീഷ് ഠാക്കൂർ അടക്കമുള്ള പ്രമുഖരായ കോൺഗ്രസിൻ്റെ നേതാക്കൾ അഹോരാത്രം പാടുപെടുകയാണ്. അത് തീർച്ചയായും ഒരു മുന്നണി പോരാട്ടമായി വിജയിക്കുക തന്നെ ചെയ്യും. ഗുജറാത്തിൽ നമുക്കറിയാം 157 സീറ്റുമായാണ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് BJP എത്തിയതെങ്കിൽ കോൺഗ്രസിനെ നടുവൊടിച്ചു എന്ന് അഹങ്കരിക്കുന്നവർക്ക് തിരികെ ഒരു പാഠം നൽകാൻ തന്നെയാണ് ശ്രമം.